സംസാരിച്ചത് പുച്ഛത്തോടുകൂടിയാണ്. അതിപ്പോ ജനങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. അതാണ് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും അത് വളച്ചൊടിച്ചോ. നാദിറ മെഹറിൻ എങ്ങനെ വേണമെങ്കിലും അത് വലിച്ചെടുത്തോ. ഇല്ല, നാദിറ മെഹറിൻ എങ്ങനെ വേണമെങ്കിലും അത് വളച്ചെടുത്തോ. ശോഭ അങ്ങനെ എന്ത് വേണമെങ്കിലും വളച്ചെടുത്തോ. എനിക്ക് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല റനീഷ, ഒരു കുഴപ്പമില്ല. അതെ, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അല്ല, ശരി, ആയിക്കോട്ടെ. കുഴപ്പമില്ല. നീ സോറി പറഞ്ഞാൽ അതിന് വിലയുണ്ട്, നീ സോറി രണ്ട് VIP ഗസ്റ്റിനെ റൈറ്റ് ലെഫ്റ്റ് നിർത്തിയിട്ട് നിനക്ക് ഉച്ചത്തിൽ സംസാരിക്കും. എത്ര വട്ടം ഞാൻ പറഞ്ഞു, എത്ര വട്ടം ഞാൻ ഇന്നലെ എന്നിട്ട് ഇന്ന് ആരാ എണ്ണിക്കാന്ന് എന്തുകൊണ്ടാന്നറിയോ? മെജോറിറ്റി എന്തുകൊണ്ടാ മാനേജർ നിന്നോട്ട് എന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാന്നറിയോ? കൊളവായാണ് പോണേ. അങ്ങനെ തന്നെ പോയിക്കോട്ടെ, അങ്ങനെ തന്നെ കീഴിൽ നോമിനേഷൻ വിടാം, അങ്ങനെ തന്നെ നോമിനേഷൻ വിടാന്ന് വിചാരിച്ചിട്ട് എനിക്കറിയാം. അത് നിങ്ങൾ ഇവിടെ സമ്മതിച്ചല്ലോ, അത് മതി. ഭയങ്കര മോശമാണ് ഒരു നീയാണത്, ഞാനാണ് അതിഥി. എനിക്കിട്ട് ക്രിയേറ്റ് ചെയ്തത് വേറെ ആർക്കും വിഷ്ണു എന്നാലും ഷിജു അത്രയെങ്കിലും പോയി പറഞ്ഞല്ലോ. ഇതിലൊക്കെ എന്ത് ഉള്ളി വലിച്ച കാര്യങ്ങള്. അതങ്ങനെയാണ്. ഒരു ബണ്ണ്, ഒന്നേ ഒരു ബണ്ണ്, അല്ലെങ്കിൽ ഒരു ദോശ, അല്ലെങ്കിൽ ഒരു നിസാര കാര്യത്തിനാണ് സാധനം. പക്ഷെ ചെയ്യേണ്ട ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണ്ടേ. ഒരാളുടെ അടുത്ത് പറഞ്ഞിട്ട് അയാൾ കേൾക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു സീസണിൽ ഇങ്ങനെയുള്ള നെഗ്ലക്ട് ഇല്ലായിരുന്നു കേട്ടോ. ഒരു സീസണിലും ഇങ്ങനെ ഒരു നെഗ്ലക്ട് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടില്ല. ഇത് ബിഗ് ബോസിന് ബഹുമാനമില്ല, ലാലേട്ടന് ബഹുമാനമില്ല, ഇതിന്റെ ആരും ഒന്നുമില്ല. ഇപ്പൊ ഈ ഒരു ടാസ്ക് എനിക്ക് ഏറ്റവും വലിയ ടാസ്കിനെങ്കിലും റെസ്പെക്ട് ചെയ്തു. അറ്റ്ലീസ്റ്റ്